സംഘർഷങ്ങൾക്ക് നടുവിൽ ഇന്ത്യയുമായി നൂറ്റാണ്ടുകളെ ബന്ധമുണ്ടെന്ന് അനുസ്മരിച്ച മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. നിങ്ങൾ ഓർക്കണം, ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിലേക്ക് വന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് നമ്മളുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് ബിപിയോട് ചോദിക്കാം. ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. താങ്ക് യു. SKN, ഇത് വല്ലാതെ വിചിത്രമായിരിക്കുന്നു. കാരണം ഇന്ത്യയെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം മാലദ്വീപിലെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഉപദ്രവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് ചാരക്കപ്പലിന് മാലദ്വീപിൽ വന്ന് നങ്കൂരമിടാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി 8-ാം തീയതി ഇപ്പോൾ കപ്പൽ വന്നുകൊണ്ടിരിക്കുക. ഇന്തോനേഷ്യൻ ഐലൻഡിലുണ്ട്. ഇപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ ഫെബ്രുവരി 8-ാം തീയതി അത് മാലദ്വീപിലെത്തും. അവരുടെ ലക്ഷ്യം അതൊരു ചാരക്കപ്പലാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അത് തെളിഞ്ഞിട്ടുള്ളതാണ്. അവർ പറയുന്നത് സമുദ്ര പര്യവേഷണം എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് അന്വേഷിച്ചു പോകുന്ന കപ്പൽ. അതിൽ പ്രധാനപ്പെട്ടത് എത്ര പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോഴും മേധാവിത്വം ഇന്ത്യക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള പ്രതിരോധ മേഖലയിലെ കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ഇന്ത്യ ചെയ്യുന്ന ഇന്ത്യയുടെ ഡിഫൻസ് സ്ട്രാറ്റജി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് തുറന്ന് കാണാനായിട്ട് സാധിക്കും. ശ്രീഹരിക്കോട്ടയിലെ നമ്മുടെ സ്പേസ് ടെക്നോളജി, ഒരുപക്ഷെ ലോകത്ത് നിന്ന് ഏറ്റവും നല്ല സ്പേസ് ടെക്നോളജികളിലൊന്ന് ഇന്ത്യയുടേതാണ്. അതിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് വിശാഖപട്ടണത്ത്, കൂടംകുളം, നമ്മുടെ ആണവ നിലയം അടക്കമുള്ള എല്ലാം ടാർഗറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് മുഹമ്മദ് മൊയ്സു എന്ന മാലദ്വീപിൻ്റെ പ്രസിഡന്റ് വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യക്ക് അയച്ച സന്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായി നൂറ്റാണ്ടുകളുടെ ബന്ധം മാലദ്വീപിനുണ്ട്. അത് നൂറ്റാണ്ടുകളുടെ മാത്രമല്ല, എന്നൊക്കെ മാലദ്വീപിൽ റിബൽ ഇത് വന്നിട്ടുണ്ടോ, അവിടുത്തെ കടൽ കൊള്ളക്കാർ മാലദ്വീപിൽ കയറി മാലദ്വീപിൻ്റെ പ്രസിഡന്റിനെ വധിക്കുന്ന അവസ്ഥയിൽ ആക്കുളത്ത് നിന്ന്, നമ്മുടെ തിരുവനന്തപുരത്തെ ആക്കുളത്തിൽ നിന്ന് വ്യോമസേനയുടെ വിമാനങ്ങൾ ചെന്നാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ചൈനീസ് അനുകൂലിയായ മൊയ്സു അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയെ ഉപേക്ഷിച്ച് അദ്ദേഹം ചൈനയിൽ പോയി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തി വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ ചാരക്കപ്പൽ ഇങ്ങോട്ട് വിടാൻ തീരുമാനമായത്. 20 കാര്യങ്ങളുടെ കരാർ എന്ന് മാത്രമല്ല, ഇന്ത്യൻ സേനയോട് അവിടുന്ന് പോകാൻ പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്ര പരിവേഷണ കപ്പലുകൾ പിൻവലിച്ചു. ഇപ്പോഴും ഇന്ത്യയുടെ 2 ഹെലികോപ്റ്ററുകൾ അവിടെയുണ്ട്. അവിടെ ആശുപത്രികളിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നത് പല ദ്വീപുകളിൽ നിന്നും ഇന്ത്യയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ്. അത് ഇന്ത്യ തിരിച്ചു വാങ്ങിയിട്ടൊന്നുമില്ല. എന്തായാലും ഈ തരത്തിൽ കാര്യങ്ങൾ വളരെ രൂക്ഷമായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു സമാധാനത്തിൻ്റെ രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ ചാരക്കപ്പലിന് അനുമതി നിഷേധിച്ചിട്ടില്ല. ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിലുള്ള വടംവലിയുടെ സംഘർഷത്തിൻ്റെ മേഖലയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ ചൈന അതിർത്തിയിൽ, പ്രത്യേകിച്ച് 3348 കിലോമീറ്ററുള്ള ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. SKN. താങ്ക് യു, പി ജെയിംസ്.